ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ടെല്ലവീവിലും സമീപ പ്രദേശങ്ങളിലും ഇറാൻ ഇന്നലെ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തത്. അതിന് മുമ്പ് തന്നെ ലെബനനിലെ ഇസ്രായേലിൻ്റെ കരയുദ്ധം തുടങ്ങിയിരുന്നു. ഹിസ്ബുള്ളയെ തകർത്തെന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു ഇത്. ലെബനനിൽ ഇസ്രായേൽ മാസങ്ങളായി റെയ്ഡുകൾ നടത്തുന്നുണ്ടായിരുന്നു. 1000-ലധികം ഭീകര കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ നശിപ്പിച്ചത്. അനേകം ഭീകരരെ കൊല്ലുകയും ചെയ്തു. 3000-ഓളം ഇസ്രായേലികളെ കൊല്ലുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഹിസ്ബുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത്. ഇതിനെ തകർക്കാൻ വേണ്ടിയായിരുന്നു ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലെ റെയ്ഡ്. ഹിസ്ബുള്ളയുടെ വൻ നാശമാണ് ഇതിനിടെയുണ്ടായത്. അങ്ങനെ ഹിസ്ബുള്ളയുടെ കരുത്ത് നശിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു ഇസ്രായേൽ കരവഴി ലെബനനിലേക്ക് പരസ്യയുദ്ധം തുടങ്ങിയത്. ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘം ഉപയോഗിച്ചേക്കാവുന്ന നിരവധി ഹിസ്ബുള്ള സ്ഥാനങ്ങളും തുരങ്കങ്ങളും ആയിരക്കണക്കിന് ആയുധങ്ങളും നശിപ്പിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ഇത്തരം റെയ്ഡുകളുടെ ചിത്രങ്ങളും പുറത്തുവിട്ടു. തെക്കൻ ലെബനനിലെ ശക്തി കേന്ദ്രങ്ങളിലായിരുന്നു US-ന്റെ രഹസ്യ ആക്രമണം. ടണലുകളും ബങ്കറുകളും അടക്കം നശിപ്പിച്ചു. ഭൂഗർഭ വീടുകളും കണ്ടെത്തി. ഭീകരർക്ക് സുരക്ഷിത താവളങ്ങളായിരുന്നു ഇതെല്ലാം. ഈ ഓപ്പറേഷനുകൾക്കിടയിൽ ഇസ്രായേൽ അതിർത്തിയിലെ ഡസൻ കണക്കിന് സ്ഥലങ്ങളിലെ ഹിസ്ബുള്ള കോമ്പൗണ്ടുകളിൽ IDF സ്പെഷ്യൽ ഫോഴ്സ് പ്രവേശിക്കുകയും അവരുടെ ആയുധങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. ഇതിനൊപ്പം ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളിൽ രഹസ്യാന്വേഷണം നടത്തുകയും ചെയ്തു. ഇസ്രായേൽ സൈനികർ ഹിസ്ബുള്ളയുടെ ഭൂഗർഭ തുരങ്കങ്ങളിൽ നുഴഞ്ഞു കയറുകയും തീവ്രവാദ ഗ്രൂപ്പിന്റെ ഒളിഞ്ഞിരിക്കുന്ന ആയുധശേഖരങ്ങൾ തുറന്നുകാട്ടുകയും ആയുധങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു. അത്യാധുനിക ഇറാനിയൻ നിർമ്മിത ആയുധങ്ങൾ ഉൾപ്പെടെ തകർത്തു. അങ്ങനെ ഹിസ്ബുള്ളയുടെ കരുത്ത് ചോർത്തി. അതിനുശേഷമായിരുന്നു ഇസ്രായേലിൻ്റെ ലെബനനിലേക്കുള്ള കരവഴിയുള്ള മുന്നേറ്റം. ഈ റെയ്ഡിൻ്റെ ചിത്രവും പുറത്തു വന്നു. ഇസ്രായേൽ സൈനികർ ആഴത്തിലുള്ള തുരങ്കങ്ങളിലൂടെ സഞ്ചരിക്കുന്നതും തോക്കുകളും മറ്റ് ആയുധങ്ങളുടെ കേസുകളും വലിച്ചെറിയുന്നതും ഇതിലുണ്ട്. 1000-ഓളം ഹിസ്ബുള്ളക്കാരെ ഇല്ലായ്മ ചെയ്തുവെന്നാണ് അവകാശവാദം. തിങ്കൾ അർദ്ധരാത്രിയോടെയാണ് ഇസ്രായേൽ സൈന്യം ലെബനൻ മണ്ണിൽ പ്രവേശിച്ചത്. ടാങ്കുകൾ ഉൾപ്പെടെ അതിർത്തി കടന്നു. 2006 ശേഷം ആദ്യമായാണ് ഇസ്രായേൽ ലെബനനിലേക്ക് കരയുദ്ധം നടത്തുന്നത്. ഇസ്രായേൽ ജനതയ്ക്ക് ഭീഷണിയായ ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് ആക്രമിച്ചതെന്നാണ് ഇസ്രായേൽ വാദം. തെക്കൻ ലെബനനിൽ നിന്ന് ജനങ്ങൾ എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം തിങ്കളാഴ്ച അർദ്ധരാത്രി നിർദ്ദേശം നൽകി. പിന്നാലെ മേഖലയിലെമ്പാടും ശക്തമായ സ്ഫോടനങ്ങളുണ്ടായി. അതിനിടെ ബെയ്റൂട്ടിലേക്ക് നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ മുഹമ്മദ് ജാഫർ ഗാസിറിനെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ പറഞ്ഞു. ഇറാനിൽ നിന്ന് ആയുധങ്ങൾ വരുത്തുന്നതിന്റെ ചുമതലക്കാരനായിരുന്നെന്നാണ് ഇസ്രായേൽ വാദം. 1982 നടത്തിയതുപോലെ സൈന്യം ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്ക് മാർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് നിലവിൽ ഇസ്രായേലിന്റെ വാദം. കരയാക്രമണം എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നതിൽ വ്യക്തതയില്ല. എന്നാൽ ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യുമെന്ന് UN പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. ലെബനനിലേക്ക് ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ ഇറാനെതിരെയും ഭീഷണി മുഴക്കി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നു. ഇറാൻ ഉടൻ സ്വതന്ത്രമാകുമെന്നാണ് പ്രഖ്യാപനം. ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇറാൻ ഗുരുതര പ്രത്യാഘാതം നേരിടുമെന്ന് പ്രഖ്യാപിച്ച് അമേരിക്കയും രംഗത്തെത്തി. സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തിന് അമേരിക്കയുടെ എല്ലാ പിന്തുണയുമുണ്ട്, പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു. ഇതിനിടെയാണ് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈലുകൾ അയച്ചത്. ഇവയെല്ലാം ആകാശത്തു തന്നെ തകർത്ത് ഇസ്രായേൽ കരുത്തുകാട്ടുകയും ചെയ്തു.